ഒരു ദൃശ്യം നമുക്ക് കോലാഹലമേട്ടിലെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ്. രാഹുൽ ഉണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. രാഹുൽ, ഇടുക്കിയിൽ ഇപ്പോൾ എങ്ങനെയാണ്? ഹൈറേഞ്ചിൽ മഴ കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ രാഹുലിന് കോലാഹലമേട്ടിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ? തെരച്ചിൽ അവിടെ തുടരുകയാണ്. കോലാഹലമേട്ടിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക്, ലീലാമണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. പ്രഭാകരൻ നായരെ പുറത്തെത്തിച്ചു, പക്ഷേ ജീവനോടെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല. മൊത്തം ഇതുവരെ വരുന്ന വിവരമനുസരിച്ച് ഇടുക്കിയിൽ 2ഉം കോട്ടയത്ത് 1 മരണവുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ കുടയത്തൂരിൽ അടൂർ മലയിൽ സുമതിയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോലാഹലമേട്ടിൽ എന്താണ് അവസ്ഥ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? അവിടെ ഇപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള പ്രദേശത്താണല്ലോ ആ മണ്ണ് മാറ്റുകയാണോ JCB? അരുൺ, പ്രഭാകരനെ ഇതുവരെയും പുറത്തെടുക്കാനായിട്ടില്ല. പ്രഭാകരനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലീലയ്ക്ക് കുഴപ്പമില്ല. ലീലയ്ക്ക് ആദ്യം തന്നെ ലീലയെ സുരക്ഷിതമായി തന്നെ മാറ്റാൻ സാധിച്ചിരുന്നു. പ്രഭാകരനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ പുറഭാഗത്ത് 20 അടിയോളം ഉയരത്തിലുള്ള ഒരു മൺകൂനയുണ്ട്. അത് ഇടിഞ്ഞ് വീടിന് പുറത്തേക്ക് വീണു. വീടിന്റെ ഭിത്തി ഈ റൂമിന്റെ പുറത്തേക്കും, അതായത് പ്രഭാകരന്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രഭാകരൻ വീടിന്റെ അകത്ത് കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുകയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ട്. JCBയുടെ സഹായത്തോടെ ആദ്യഘട്ടത്തിൽ സൈഡിലുണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും നീക്കി. ഇപ്പോൾ ആ മണ്ണ് നീക്കിയ ശേഷം ഒരു സൈഡിൽ നിന്നും വീടിന്റെ ഭാഗം, ഈ ഭിത്തി തുരന്ന് ഈ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമാണ്. മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ ഭിത്തി തുരക്കുന്ന ഒരു തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മണ്ണ് നീക്കി ആളെ പുറത്തെടുക്കുന്ന നിലവിൽ അപ്രായോഗികമാണ്. അതുകൊണ്ട് വീടിന്റെ ഭിത്തി തുരന്നുകൊണ്ട്, JCBയുടെ സഹായത്തോടെ വീടിന്റെ ഭിത്തി തുരന്നുകൊണ്ട് ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് നിർവാഹമില്ല എന്നുള്ളതാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവ സ്ഥലത്ത് ഈ ആശയവിനിമയ സംവിധാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. റേഞ്ച് ഉൾപ്പെടെ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ചെറിയ JCB ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ ഭിത്തി തുറന്നുകൊണ്ട് ഈ അകത്ത് കുടുങ്ങിയിരിക്കുന്ന പ്രഭാകരനെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാകരന്റെ ബന്ധുവായിട്ടുള്ള ലീലയുടെ വീടാണ് ഈ കാണുന്നത്. വൈക്കത്താണ് പ്രഭാകരന്റെ വീട്. കഴിഞ്ഞ ദിവസമാണ് ബന്ധുവായിട്ടുള്ള ലീലയുടെ വീട്ടിൽ ഈ പ്രഭാകരൻ എത്തിയത്. ഈ പ്രഭാകരൻ ഉറങ്ങുകയായിരുന്ന റൂമിന് മുകളിലേക്ക് ആദ്യം മണ്ണിടിഞ്ഞ് വീഴുന്നു. മണ്ണ് ഇടിഞ്ഞ് വീണുകൊണ്ട് തന്നെ വീടിന്റെ ഭിത്തി നിലം പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് റൂമിന്റെ അകത്ത് കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടത്. ഇപ്പോഴും ആ മഴ തുടരുന്നുണ്ട്. ശക്തി അല്പം കുറഞ്ഞെങ്കിൽ കൂടി മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. വാഗമണിന് സമീപമുള്ള ഒരു സ്ഥലമാണ് കോലാഹലമേട് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തടക്കം ഏതാണ്ട് 200 മില്ലിമീറ്ററിലധികം മഴ പെയ്തിട്ടുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും പ്രദേശത്ത് മൺകൂന തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ വീടിന്റെ ഒരു ഭാഗം തുറക്കാൻ സാധിച്ചിട്ടുണ്ട് അരുൺ. അപ്പോൾ തുറന്ന ശേഷം വേണം അതിന്റെ അകത്തേക്ക് കയറാൻ. എങ്കിൽ മാത്രമാണ് പ്രഭാകരനെ പുറത്തെടുക്കാനാകൂ. ജനപ്രതിനിധിയടക്കം, റവന്യൂ ഉദ്യോഗസ്ഥരടക്കം, പോലീസും ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ JCBയുടെ സഹായത്തോടെ ഈ വീടിന്റെ ഒരു ഭാഗം തുറക്കാതെ അകത്തേക്ക് കയറാനാകില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് പുറകുഭാഗത്ത് കാണാൻ സാധിക്കും ഏതാണ്ട് 20 അടിയോളം ഉയരത്തിൽ ഇപ്പോഴും മൺകൂന തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അപകട സാധ്യത ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ പീരുമേട് MLA കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരവും കൂടിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വളരെയധികം നമ്മളൊക്കെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു വാർത്തയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ? ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. കുറച്ചുകൂടെ ഭിത്തി പൊളിച്ച് അകത്തോട്ട് കയറിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പീരുമേട് മണ്ഡലത്തിൽ മാത്രം അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഏലപ്പാറയിലേക്ക് ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. 200 മില്ലിമീറ്ററിലധികം മഴ പെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പീരുമേട് മണ്ഡലത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ എന്താ? എല്ലായിടത്തും ഇങ്ങനെ ഭീകരമായിട്ടുള്ള പ്രശ്നമുണ്ടോ? വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയേക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴയാണ്. ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. പലയിടത്തും ഉരുൾ പൊട്ടുകയും മണ്ണിടിക്കുകയും ചെയ്തിട്ടുണ്ട്. KK റോഡ് 2-3 സ്ഥലത്ത്
ഉരുൾപൊട്ടിയിട്ട് തന്നെ ബ്ലോക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗമൺ ഈരാറ്റുപേട്ട റോഡും അതുപോലെ തന്നെ കുട്ടിക്കാനം കട്ടപ്പന റോഡിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെമ്മണ്ണടുത്തുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ റോഡും തകർന്നിട്ടുണ്ട്. മത്തായിപ്പാറ ഉപ്പുതറ പഞ്ചായത്തിലെ മത്തായിപ്പാറ എന്ന സ്ഥലത്ത് പോലീസ് ജീപ്പിൻ്റെ പുറത്തോട്ട് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ മണ്ണിടിച്ചിലുകൾ കൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. പീരുമേട് MLA സിറിയക് തോമസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന ലീലേനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പരിക്കെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പരിക്കില്ല. അവരടുത്ത വീട്ടിൽ ഉണ്ട്, അവർ രക്ഷപ്പെട്ടു. പ്രഭാകരൻ എന്നാ ഈ വീട്ടിലെത്തിയെന്ന് അറിയാമോ? മുമ്പ് ഇവിടെ ഇടയ്ക്ക് വരുന്ന ആളാണോ ഈ പ്രഭാകരൻ? അവരുടെ സ്വന്തക്കാരാന്നാണ്. അരുൺ, ഈ ഒരാഴ്ച മുമ്പാണ് പ്രഭാകരൻ ഇവിടെ എത്തിയത്. ഇവർ ബന്ധുക്കളായിരുന്നു. ഈ ലീല മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്.